അക്യുപഞ്ചറിലേക്ക് വരാൻ കാരണം തന്നെയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാൻ +1 +2 പഠിക്കുന്ന ഒരു ടൈം എനിക്ക് ബോഡി പെയിൻ ഒക്കെ വന്നിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിലായിരുന്നു കാണിച്ചിരുന്നത്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലാണ് കാണിച്ചത്. അപ്പോൾ കാണിച്ച സമയത്ത് അവര് ബയോപ്സി ടെസ്റ്റ് ചെയ്യാൻ എനിക്ക് എഴുതി. ക്യാൻസർ ആണെന്ന രീതിയിലാണ് എനിക്ക് റിപ്പോർട്ട് വന്നത്. അപ്പം ക്യാൻസർ ആണെന്ന് പറഞ്ഞു. അതിലെ പ്രൊഫസേഴ്സ് നോക്കിയപ്പോൾ പറഞ്ഞു ഈ കുട്ടിക്ക് ക്യാൻസർ അല്ല, അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ മാറി കാണിച്ചപ്പോൾ പറഞ്ഞു ക്യാൻസർ അല്ല, ഇത് ബക്കസ് മാത്രമാണ് കുട്ടിക്ക്. അപ്പം ആ ഒരു ബാഡായ അനുഭവം, പിന്നെ തെറ്റായ രീതിയിൽ എനിക്ക് റിപ്പോർട്ട് തന്ന് ഒരുപാട് എന്റെ മെന്റലി എന്നെ വല്ലാതെ തളർത്തിയിരുന്നു. പിന്നെ ഇത് എന്റെ ഈ കൈ കാൽ വേദന റെഡി ആവുന്നത് ഈ അക്യുപഞ്ചർ വന്ന ശേഷമാണ്. പിന്നെ എന്റെ ഉമ്മ അറ്റാക്കും സ്ട്രോക്കും കൂടെ വന്നിട്ട് ഒരു വട്ടം കുഴഞ്ഞു വീഴുന്നു. അപ്പം അത് റെഡിയായത് ഈ അക്യുപഞ്ചറിലൂടെയാണ്. എണ്ണയാ തീരാത്ത ടൈപ്പ് ഇതേപോലെ അനുഭവങ്ങൾ അക്യുപഞ്ചർ വന്നപ്പോൾ എനിക്ക് തോന്നി എനിക്ക് അക്യുപഞ്ചർ പഠിക്കണം, അതിൽ എന്തോ ഒരു സത്യമുണ്ട്. ആധുനിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഇറേഴ്സ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ക്യാൻസർ എന്ന് പറയുന്ന ഒരു കാര്യം കുട്ടിക്കുണ്ടോ എന്ന് ഡൗട്ടുള്ള ഡോക്ടർ ബയോപ്സിക്ക് സജസ്റ്റ് ചെയ്തു. ബയോപ്സി റിപ്പോർട്ടിൽ ക്യാൻസർ ആണ് എന്ന് പറഞ്ഞുവെന്ന് ഇവർ അവകാശപ്പെടുന്നു. അവിടെ ഒരു ആധുനിക ശാസ്ത്രത്തിൽ നിങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് വീണ്ടും അതിൻ്റെ കൂടി ഒരു ടെസ്റ്റ് എടുക്കാം എന്നുള്ളതാണ്. അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ഉള്ള മറ്റൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ഇഷ്ടം പോലെ വൈഡ് വെറൈറ്റി ഓഫ് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ പിണങ്ങി എന്തോ ഒരു സത്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നിയ ഏതോ ഒരു സാധനം ഞാൻ അങ്ങ് പഠിക്കാൻ വേണ്ടി പോയി എന്നൊക്കെ ഈ മാലോകരോട് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു ബേസ് ഉണ്ടോ? ഒത്തിരി അനുഭവങ്ങൾ പ്ലാസിബോ അനുഭവ സാക്ഷ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു ശാസ്ത്ര ശാഖയെ വളർത്തിയെടുക്കാനായിട്ട് പലപ്പോഴും ആളുകൾ ശ്രമിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമാണ് അനുഭവങ്ങൾ. അവിടെ ഇങ്ങനെ സംഭവിച്ചു, ഇവിടെ ഇങ്ങനെ സംഭവിച്ചു, എന്തോ ഒരു സത്യം ഉണ്ട് എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും ഫോളോ ചെയ്യുകയും ചെയ്യുന്നതാണ് അന്ധവിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ അക്യുപങ്ചർ ഒരു അന്ധവിശ്വാസമാണ്. എന്തോ ഒരു സത്യം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഇപ്പോഴും പറയാനായിട്ടുള്ളൂ. ഇതൊക്കെ നമ്മൾ തെല്ലൊരു അമർഷത്തോടെ പ്രസന്റ് ചെയ്യുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രോഗത്തെ ട്രീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ടൈം ഇതുപോലുള്ള പരീക്ഷണക്കാർ അപഹരിച്ചുകൊണ്ട് പോകും. എന്നിട്ട് അവസാനം ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള കണ്ടീഷനിൽ മെഡിക്കൽ കോളേജുകളിലേക്കും ബാക്കിയുള്ള ഹോസ്പിറ്റലുകളിലേക്കും കൊണ്ടുപോയി അങ്ങോട്ട് തള്ളും.